കുട്ടനാട്ടിൽ ലൈസൻസ് ഇല്ലാതെ കള്ള് വിറ്റ ഷാപ്പ് മാനേജർ അറസ്റ്റിലായി. പൂപ്പള്ളി ആറ്റുമുഖം ഷാപ്പ് മാനേജർ ബിനേഷാണ് പിടിയിലായത്. വിജിലൻസ് പരിശോധനയിൽ കൂടുതൽ അളവിൽ കള്ള് കണ്ടെത്തിയ 6 ഷാപ്പുകൾക്കെതിരെയും നടപടിയെടുത്തുവെന്നാണ് ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന മനീഷ് മൊഗിവാൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ വൈകിട്ട് 6:30 മുതലാണ് വിജിലൻസിൻ്റെ പരിശോധന തുടങ്ങിയത്. അർദ്ധരാത്രി വരെയും പരിശോധന നീണ്ടിരുന്നു. വിജിലൻസിന് കിട്ടിയ രഹസ്യ വിവരം ഇങ്ങനെയാണ്. അതായത് കുട്ടനാട്ടിൽ ആലപ്പുഴ ജില്ലയിലെ വിവിധ ഷാപ്പുകളിൽ അളവിൽ കൂടുതൽ മദ്യം വിൽക്കുന്നു. അതായത് ഒരു ദിവസം ചെത്തുകാർ കൊടുക്കുന്നത് ഒരു ഷാപ്പിൽ 10 ലിറ്റർ കള്ളാണെങ്കിൽ ആ ഷാപ്പിൽ നിന്ന് 20-25 ലിറ്റർ ഇരട്ടിയിലധികം കള്ള് വിൽക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ രീതിയിൽ അളവിൽ കൂടുതൽ മദ്യം, ഒപ്പം തന്നെ വ്യാജമായി കള്ള് നിർമ്മിക്കുന്നു. ഒപ്പം തന്നെ ലൈസൻസ് ഇല്ലാതെ പല ഷാപ്പുകളും പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് വ്യാപകമായിട്ടുള്ള മിന്നൽ പരിശോധന വിവിധ ഷാപ്പുകൾ നടത്തിയത്. അങ്ങനെ 6 ഷാപ്പുകളിൽ ക്രമക്കേട് കണ്ടെത്തി. ആലപ്പുഴ ജില്ലയിലെ അങ്ങനെ ക്രമക്കേട് കണ്ടെത്തിയ ഷാപ്പുകൾ ഇതാണ്. പൂപ്പള്ളിയിൽ ആറ്റുമുഖ ഷാപ്പ്. ഈ ഷാപ്പിൽ അളവിൽ കൂടുതൽ മദ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഷാപ്പിന് ലൈസൻസ് ഇല്ല. മറ്റൊരു ഷാപ്പ് ചേർത്തല വയലാറിലെ പാഞ്ചാലി ഷാപ്പാണ്. ഒപ്പം തന്നെ മാവേലിക്കര മൺകുടൻ ഷാപ്പ്, കായംകുളം നടക്കാവിലുള്ള മേനാപ്പള്ളി ഷാപ്പ്, ചെങ്ങന്നൂർ കിളിയന്തര കള്ള് ഷാപ്പ്. അങ്ങനെ ഇത്തരത്തിലുള്ള 6 ഷാപ്പുകൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. ഈ എക്സൈസ് ഉദ്യോഗസ്ഥരെ, അതാത് റേഞ്ചിലെ എക്സൈസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയാണ് ഈ നടപടി എടുത്തത്. അറസ്റ്റ് നടപടികളിലേക്ക് ഈ വിജിലൻസ് നീങ്ങിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ലൈസൻസ് ഇല്ലാത്ത ഷാപ്പുകൾക്ക് അനുമതി, അതായത് ഇത്തരത്തിലുള്ള പരിശോധന നടത്താൻ പലപ്പോഴും എക്സൈസ് അധികൃതർ വിമുഖത കാണിക്കുന്നുള്ള പരാതിയുണ്ട്. ഇത് വിജിലൻസും ഇതിന് തയ്യാറായിട്ടുണ്ട്. ഈ ഷാപ്പുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള അധിക മദ്യം, അതായത് ഷാപ്പുകളിൽ ചെത്തുകാർ കൊടുത്തിട്ടുണ്ട് എന്നതിലധികം ലഭിച്ചിട്ടുള്ള മദ്യം, ഈ മദ്യം മറ്റ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അത് വ്യാജമായി നിർമ്മിച്ചതാണോ, അതിൽ കൃത്രിമം ഉണ്ടോ എന്നൊക്കെ തന്നെ അറിയാൻ വേണ്ടിയിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാവിലെ ലഭിക്കുന്ന കള്ളും ഒപ്പം തന്നെ വിതരണം ചെയ്ത് വിറ്റഴിക്കുന്ന കള്ളും തമ്മിലുള്ള വ്യത്യാസം അത് വലിയ തോതിലുണ്ടെന്ന് വിജിലൻസിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇന്നലെ അർദ്ധരാത്രിയിലടക്കം വിവിധ ഷാപ്പുകളിൽ വിജിലൻസ് പരിശോധന നടത്തുകയും എക്സൈസ് അധികൃതരെ വിളിച്ചു വരുത്തി നടപടിക്ക് വിധേയരായ ആൾക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നടപടിയെടുക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഓക്കെ, താങ്ക് യു മനീഷ് മൊഗിവാൽ.